നിങ്ങൾ ഈ കാണുന്ന കാർ കണ്ടോ? ഈ കാർ ഏതാണെന്ന് ഞാൻ പറയണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതാണ് സ്വിഫ്റ്റ്. ഇതിന് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഇതെന്ത് പറ്റി, ഈ കോലം കണ്ടിട്ട് എന്ത് പറ്റി ഈ സ്വിഫ്റ്റിന്? ഞാൻ പറയാം. ഈ സ്വിഫ്റ്റിന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിഫ്റ്റ് അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിലേക്കൊരു ബുള്ളറ്റ് വന്ന് ഇടിക്കുകയായിരുന്നു. അപ്പം ഒരു ബുള്ളറ്റ് വന്ന് ഈ സ്വിഫ്റ്റിൽ ഇടിച്ചപ്പോഴാണ് ഈ സ്വിഫ്റ്റിന്റെ കോലം ഇങ്ങനെയായത്. ഒരു ബുള്ളറ്റ് വന്ന് സ്വിഫ്റ്റിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഈ സ്വിഫ്റ്റിന്റെ കോലം ഇങ്ങനെയാകുവാണെങ്കിൽ അപ്പൊ വേറൊരു കാറാണ് ഈ സ്വിഫ്റ്റ് വന്ന് ഇടിച്ചെങ്കിൽ ഈ സ്വിഫ്റ്റിന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച്. ഈ സ്വിഫ്റ്റ് കാണത്തില്ല. അമ്മാതിരി സേഫ്റ്റിയാണ് ഇവര് ഇപ്പോൾ ഈ സ്വിഫ്റ്റിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇനിയിപ്പോ നിങ്ങളെ ഈ ബുള്ളറ്റോടെ കാണിച്ചു തരാം, നിങ്ങളത് കണ്ടു നോക്ക്. ഈ ഒരു ബുള്ളറ്റാണ് ഈ സ്വിഫ്റ്റിൽ വന്ന് ഇടിച്ചത്. ബുള്ളറ്റിന്റെ കോല നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതിന്റെ ഫ്രണ്ടിലത്തെ ജസ്റ്റ് ആ ഒരു ടാറിന്റെ ഒരു ഭാഗം മാത്രം ഒടിഞ്ഞു കയറി. അതേസമയം നിങ്ങൾ ആ സ്വിഫ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കേ. സ്വിഫ്റ്റിന്റെ ഫ്രണ്ട് വശം ഇല്ല, കംപ്ലീറ്റ് പോയി. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമ്പനിക്കാര് ഇതിന് എന്ത് സേഫ്റ്റിയാണ് നൽകുന്നത്? ഈ ഒരു വാഹനത്തിന് എന്ത് സേഫ്റ്റിയാണ്? ഒരു മനുഷ്യന്റെ ജീവന് ഒരു സേഫ്റ്റി നൽകുന്നുണ്ട് ഈ കമ്പനിക്കാര്. മൈലേജ് മാത്രം നോക്കി വണ്ടി മേടിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇപ്പോഴും നമ്മുടെ ജീവനാണ് വിലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മൈലേജ് ഇച്ചിരി കുറഞ്ഞെന്ന് വെച്ചാൽ പോലും സേഫ്റ്റിയുള്ളൊരു വാഹനം മേടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ തൊട്ട് കഴിയുമ്പോൾ പേപ്പർ പോലെ പൊടിഞ്ഞു പോകുന്ന സാധനവും അങ്ങനെയുള്ള വാഹനം മേടിക്കാതിരിക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഞാനിത് ഒരു കമ്പനിയോ അല്ലെങ്കിൽ അങ്ങനെ ആരെയും താത്തി കിട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുകയല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾ വലിയത്, അങ്ങനെയല്ല. ഞാൻ നിങ്ങളുടെ ജീവന് വില കൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറയുന്നത്. എന്തുകൊണ്ടും നിങ്ങൾ എപ്പോൾ ഒരു പുതിയ വാഹനം എടുക്കുകയോ അല്ലെങ്കിൽ സെക്കൻഡ് വാഹനം എടുക്കുകയാണെങ്കിലും സേഫ്റ്റി മുൻനിർത്തി എടുക്കുക. ഇത് കണ്ടപ്പോൾ എന്റെ തന്നെയാണ് കിളി പോയത്.